ചേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം റഷ്യയുടെ ഒരു കപ്പൽ അമേരിക്ക പിടിച്ചിരുന്നു. അപ്പോൾ റഷ്യ അതിന് ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നാണ് നമ്മളെല്ലാവരും ആലോചിച്ചുകൊണ്ടിരുന്നത്. യുക്രൈനിൽ ഇതുവരെ റഷ്യ പിടിച്ചെടുത്തില്ലല്ലോ, യുക്രൈനിൽ ഇപ്പോഴും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പല ആൾക്കാരും നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിന് താഴെ വന്ന് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ സംശയം ന്യായമാണ്. കാരണം റഷ്യ പോലുള്ള ഒരു മൈറ്റി രാജ്യത്തിന് യുക്രൈനെയൊക്കെ എത്ര സമയം വേണം പിടിച്ചെടുക്കാൻ? യുക്രൈന്റെ സെലൻസ്കിയൊക്കെ മഡൂറോയെ അമേരിക്ക പിടിച്ചതുപോലെ പിടിച്ചുകൂടെ എന്നുള്ളൊരു ചോദ്യമൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ പണ്ടേ മറുപടി പറഞ്ഞാണ്. കാരണം യുക്രൈനും റഷ്യയും പണ്ട് രണ്ടല്ല, ഒന്നായിരുന്നു. അപ്പോ യുക്രൈനിലുള്ള ജനങ്ങളും റഷ്യക്കാർ തന്നെയാണ്. അതുകൊണ്ട് റഷ്യക്ക് ആ ജനങ്ങളുടെ മേൽ മെസ്സേജ് ഇടുന്നതിന് പരിമിതിയുണ്ട്. പലപ്പോഴും ആക്രമണങ്ങൾ നടന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചിലപ്പോൾ തെർമൽ പവർ പ്ലാന്റിന് നേരെയായിരിക്കാം ആക്രമണം നടന്നിട്ടുണ്ടായിരിക്കുക, ഗ്യാസ് പൈപ്പ് ലൈനിന് നേരെയായിരിക്കാം ആക്രമണം നടന്നിട്ടുണ്ടായിരിക്കുക, അങ്ങനെയുള്ള ഏതെങ്കിലും ചിലപ്പോൾ ബ്യൂറോക്രാറ്റ് ഓഫീസുകൾക്ക് നേരെയായിരിക്കാം ആക്രമണം. അല്ലാതെ ജനങ്ങളുടെ മേൽ ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്നത് പോലൊരു ആക്രമണം ഇതുവരെ റഷ്യ അവിടെ നടത്തിയിട്ടില്ല. അത് പരിമിതമായിട്ട് മാത്രമാണ് റഷ്യ ആക്രമിക്കുന്നത്. പക്ഷേ ഈ മഡൂറോയെ പിടിച്ചു കഴിഞ്ഞ ശേഷം ഈ റഷ്യൻ കപ്പൽ അമേരിക്ക തടഞ്ഞതിന് ശേഷം ഇപ്പോ അവരുടെ ഒരു വജ്രായുധം അവർ പ്രയോഗിച്ചിരിക്കുകയാണ് യുക്രൈനിൽ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. വ്യോമാക്രമണ മുന്നറിയിപ്പും US എംബസി മുന്നറിയിപ്പും നിലനിൽക്കെ യുക്രൈനിലെ ലിവീവിൽ റഷ്യ ഒറഷ്നിക് മിസൈൽ പ്രയോഗിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. നമ്മളിപ്പോഴും പറയുന്നുണ്ട് റഷ്യയുടെ 100% ആയുധങ്ങളൊന്നും റഷ്യ പുറത്തെടുത്തിട്ടില്ല എന്ന്. പക്ഷെ അവരുടെ ഒരു വജ്രായുധമാണ് ഈ ഒറഷ്നിക് മിസൈൽ എന്ന് പറയുന്നത്. ഈ മിസൈലിന്റെ ഏറ്റവും വലിയൊരു ഇതിനെ ഭയാനകമാക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഈ മിസൈലിനെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ മിസൈലിനെ പ്രതിരോധിക്കാൻ അൺസ്റ്റോപ്പബിൾ ആണിത്. അതായത് ഒറഷ്നിക് പോലുള്ള ഹൈപ്പർസോണിക് IRBM പൂർണ്ണമായി പ്രതിരോധിക്കുന്നത് ഇപ്പോഴും ലോകത്തിന് അത്യധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് ഇപ്പോ പ്രതിരോധ വിദഗ്ധർ പോലും പറയുന്നത്. പക്ഷെ സിദ്ധാന്തമായിട്ട് ഭാഗികമായിട്ട് ഇതിനെ പ്രതിരോധിക്കാൻ പറ്റും. ലെയേർഡ് ഡിഫൻസ് വെച്ച് പ്രതിരോധിക്കാൻ പറ്റും. ഇത് ഹൈപ്പർസോണിക് മിസൈലാണ്. ഇത് ഡ്യുവൽ കാപ്പബിലിറ്റി ഉണ്ട്. ബാലിസ്റ്റിക് പ്ലസ് മാനുവറിംഗ് ഫ്ലൈറ്റ് ആണ്. ഉയർന്ന ആൾട്ടിറ്റ്യൂഡും സ്റ്റീപ്പ് ഡൈവിനും ഈ മിസൈലിനെ കൊണ്ട് സാധിക്കും. പോരാത്തതിന് ഒന്നിലധികം വാർഹെഡ്സ് അല്ലെങ്കിൽ ഡിക്കോ എപ്സിക്സ് ഉണ്ടെങ്കിൽ യഥാർത്ഥ ലക്ഷ്യമാണെന്ന് തിരിച്ചറിയാൻ പോലും പ്രയാസം ഉണ്ടായിരിക്കും ഈ മിസൈൽ വരുമ്പോൾ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്. US-ന്റെ താടിന് പോലും ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏഗിസ് BMP മിഡ് കോഴ്സ് ഇന്റർസെപ്ഷൻ പക്ഷേ ഹൈപ്പർസോണിക് മാനുവറിംഗ് കാരണം ഉറപ്പില്ല. പാട്രിയോട്ടിന് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല. ഇസ്രായേലിന്റെ ആരോ 3 ഉയർന്ന ആൾട്ടിറ്റ്യൂഡ് ഇന്റർസെപ്ഷനിൽ മികച്ചതാണ്. പക്ഷേ ഹൈപ്പർസോണിക് മാനുവറിംഗ് ഉള്ള ഒരു മിസൈലാണിത്. അതുകൊണ്ട് ഇസ്രായേലിന്റെ ആരോ 3 പോലും ഇതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ മിസൈലിനെ അത്യധികം അപകടകാരിയാക്കുന്ന സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മിസൈൽ റഷ്യ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അവരുടെ ആവനാഴിയിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇനി അവരുടെ ബ്യൂറഷ്നെവിക് മിസൈലുകളുണ്ട്, കടലിൽ സുനാമി ഉണ്ടാക്കാൻ കൽപ്പുള്ള മിസൈലുകൾ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇത് റഷ്യ യുക്രൈനിൽ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ റഷ്യ തങ്ങളുടെ ആ ഒരു ട്രാക്ക് ചേഞ്ച് ചെയ്തു എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഇതിൽ താങ്കളുടെ ഒരു അഭിപ്രായം? ധനുഷ്, ഇന്നലെ ഈ റഷ്യയുടെ ഒരു ഷിപ്പ് ബെല്ലാവൺ മെരിനാരോ പുതിയ പേര്, അപ്പം അത് പിടിച്ചെടുത്തപ്പോൾ തന്നെ വലിയ രീതിയിൽ നമ്മുടെ ചില മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് റഷ്യ മുട്ടുമടക്കി പേടിച്ച് വിറച്ചു എന്നാണ്. പക്ഷെ റഷ്യയെ സംബന്ധിച്ച് അവർ വലിയൊരു ശക്തി തന്നെയാണ്. പക്ഷെ റഷ്യക്ക് ഒരു ലക്ഷ്യം കൃത്യമായി ഉള്ളത് കൊണ്ട് തന്നെയാണ് വെനസ്വേല അടക്കമുള്ളത്. കാരണം ഒരു വാർഫീൽഡ് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യം ഒരുപാട് എടുത്തുകൊണ്ട് തലയിടുക എന്ന് പറഞ്ഞത് ലോകത്താരും ചെയ്യില്ല, ഒരു രാജ്യവും ചെയ്യില്ല. ഒരു വാർഫീൽഡിൽ നിൽക്കുന്ന ഒരു രാജ്യം, അവരുടെ സൈന്യം, അവരുടെ ആയുധങ്ങൾ അതെടുത്തിട്ട് വെനസ്വേലയിൽ പോകാനോ ഇല്ലെങ്കിൽ വേറൊരിടത്ത് പോവില്ല. പക്ഷെ ഒരു തിരിച്ചടി കൊടുക്കും റഷ്യ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയവുമില്ലായിരുന്നു. പക്ഷെ ഇവിടെ നടത്തിയിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് അവർ തിരഞ്ഞെടുത്തൊരു ദിവസമുണ്ട്. അതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഒന്ന്, അവരുടെ ഈ ഷിപ്പ് പിടിച്ചെടുത്ത ദിവസം, അതിൽ ഒരു സമയത്ത് തന്നെ ഈ റഷ്യ നടത്തിയ ആക്രമണത്തിൽ ട്രംപിനും കൂടി ഒരു മുന്നറിയിപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ഇന്നലത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്നലെ 8-ാം തീയതിയായിരുന്നു, ജനുവരി 8. ഈ ദിവസമാണ് നമ്മുടെ ശ്രീമാൻ വ്ളാഡിമിർ സെലൻസ്കിയുടെ ജന്മദിനം. ആ ദിവസം നോക്കിയിട്ട് അവർ 2 ആക്രമണങ്ങളാണ് ഇന്നലെ ഈ പറയുന്ന ഒറേഷ്നിക് മിസൈൽ ഉപയോഗിച്ച് നടത്തിയിരിക്കുന്നത്. ഒന്ന് ലിവിവ് എന്ന് പറയുന്ന ഉക്രൈന്റെ പടിഞ്ഞാറ് പ്രദേശം അവര് ആക്രമിച്ചു. രണ്ടാമത്തേത് ഈ പറയുന്ന ഈ സെലൻസ്കിയുടെ ജന്മനാടായ ക്രിവി റിഹിൽ
എന്ന് പറയുന്ന സ്ഥലത്ത് ഇവർ ആക്രമിച്ചു. ധനുഷ് പറഞ്ഞ അഷാദ് ശരി തന്നെയാണ്. ഇവർ ഈ ആക്രമണം കൊണ്ട് ജനങ്ങളെ കുറച്ചുപേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വിവരങ്ങൾ പൂർണ്ണമായിട്ട് പുറത്തു വന്നിട്ടില്ല. ഇങ്ങനെ ഒരു ആക്രമണം, ഈ ഒറേഷ്നിക് മിസൈലിന്റെ ഒരു ആക്രമണം നടന്ന വിവരം പുറത്തു വിട്ടിരിക്കുന്നത് ഈ ലിവീവിന്റെ ഒബ്ലാസ്റ്റ് ഗവർണറായ മാക്സിം കൊസിസ്കിയാണ്. അപ്പൊ അദ്ദേഹം ഒഫീഷ്യലായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ എക്സ്പോസ്റ്റിൽ കൂടെ തന്നെയാണ് പറയുന്നത് ഈ മിസൈലാണ് ഇവിടെ വിട്ടിരിക്കുന്നത്, ഇതിന്റെ നാശനഷ്ടങ്ങൾ ഏർപ്പെടുന്നു. പക്ഷെ ഇവിടെ ശ്രദ്ധേയമായ കാര്യം, ഈ പറയുന്ന സെലൻസ്കിയുടെ ജന്മദേശമായ ക്രിവി റിഹിൽ നടത്തിയ ആക്രമണത്തിൽ 1,15,000 പേരുടെ കുടിവെള്ളവും വൈദ്യുതിയും അപ്പാടെ നിലച്ചുപോയി. അതായത് ധനുഷ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ജനങ്ങളെ കൊല്ലുക എന്നുള്ള ഉദ്ദേശമല്ല, പകരം ഇവരെ കംപ്ലീറ്റ് തന്നെ ഇവരുടെ ഈ ഒരു ഇതുണ്ടല്ലോ സപ്ലൈ ലൈൻ, ആ സപ്ലൈ ലൈനുകളെ കട്ട് ചെയ്ത് കളയുക. അതെല്ലാ യുദ്ധത്തിലും എടുക്കുന്ന ഒരു തന്ത്രം തന്നെയാണ്. അത് കുടിവെള്ളം ഇല്ലാതാക്കുക, വൈദ്യുതി ഇല്ലാതാക്കുക, റോഡുകൾ താറുമാറാക്കുക, കപ്പൽ ഗതാഗതം താറുമാറാക്കുക. സപ്ലൈ ലൈൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു യുദ്ധം തുടങ്ങുമ്പോൾ ആദ്യം ഏത് സൈന്യവും ചെയ്യുന്ന ഒരു കാര്യം സപ്ലൈ ലൈൻ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ റഷ്യ ഇവിടെ സംബന്ധിച്ച് യുദ്ധം തുടങ്ങുകയല്ല ചെയ്തത്. 2022 മുതൽ അവർ യുദ്ധം ചെയ്യുന്ന രാജ്യമാണ്. പക്ഷെ ഇവിടെ അവരൊരു മാരകമായ ആയുധം പ്രയോഗിച്ചു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ തന്നെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇപ്പോഴും അവർ ഈ വിക്ഷേപിച്ച ആയുധം അതിന്റെ ഫുൾ റേഞ്ചിലുള്ളതല്ല എന്നുള്ളതാണ്. കാരണം ഒറേഷ്നിക്കിന്റെ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ, അതായത് IRBM-ന്റെ കുറഞ്ഞ റേഞ്ചിലുള്ള ഒരു മിസൈലാണ് ഇവിടെ അവർ യൂസ് ചെയ്തിരിക്കുന്നത്, ഫുൾ റേഞ്ചിലുള്ളതല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് വിക്ഷേപണം ചെയ്തിരിക്കുന്നത് ഈ വിക്ഷേപണത്തിന് ഉപയോഗിക്കുന്ന ലോഞ്ചിൽ നിന്നാണ്, അതല്ലാതെ അവര് മറ്റെവിടെ നിന്നുമല്ല. ഇത് രണ്ടർത്ഥത്തിൽ വേണമെങ്കിൽ കാണാം. പുട്ടിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് പുട്ടിൻ എന്തെങ്കിലും ആയുധങ്ങൾ ഇത് വെച്ചിട്ട് പണിയും ചെയ്യും. ഇത് നമ്മൾ കണ്ടതാണ്, താജിസ്ഥാന്റെ വിമാനം അടിച്ചിട്ട് നമ്മൾ കണ്ടതാണ്. അവരുടെ പരിശീലനത്തിന്റെ ഇടയിലാണ്, റഷ്യയുടെ പരിശീലനത്തിന്റെ ഇടയിലാണ്. ഇത് അങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാൻ കൂടി ആയിരിക്കും അദ്ദേഹം ഈ വിക്ഷേപണ ലോഞ്ചിൽ പാടിൽ നിന്നും ഇത് വിക്ഷേപിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ ഇതിന്റെ അകത്ത് അമേരിക്ക നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു 2 ദിവസം മുമ്പ് തന്നെ. അതായത് എനിക്ക് തോന്നുന്നു ഈ ഷിപ്പ് പിടിച്ചതുമായി ബന്ധപ്പെട്ടായിരിക്കണം അമേരിക്ക ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. US പൗരന്മാർ, ഉക്രൈനിലുള്ള US പൗരന്മാർ ഷെൽട്ടറുകളിലേക്ക് മാറണം. ഒപ്പം തന്നെ നിങ്ങൾ ഈ മുന്നറിയിപ്പ് നൽകുന്ന ആപ്പുകൾ, സർക്കാരിന്റെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യണം, അതിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. സെലൻസ്കിയും ഇതേപോലൊരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, എല്ലാവരും ഷെൽട്ടറിന് സമീപത്തുണ്ടാകണം, കാരണം റഷ്യ വലിയ ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ റഷ്യ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എല്ലാവരും കരുതുന്ന കാര്യം, നമ്മൾ ഈ കപ്പല് പിടിച്ചത് മാത്രമേ അറിയുന്നുള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്ക് ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ കുറിച്ച് നമ്മൾ ആരും അധികം ശ്രദ്ധിക്കുന്നും തിരക്കുന്നുമില്ല. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2022 മുതൽ തുടങ്ങുന്ന ഒരു യുദ്ധമായതുകൊണ്ട് തന്നെ അതിനകത്ത് അതിന്റെ ഒരു എരിവും പുളിയും ഒക്കെ പോയതുകൊണ്ടും പിന്നെ എന്നും ഈ ആക്രമണം നടക്കുന്നതുകൊണ്ടും ആരും അതിനെക്കുറിച്ച് വളരെ ഗ്രാഹ്യമായിട്ട് ചിന്തിക്കുകയോ ഇല്ല പറയുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഇത് ചെയ്യുമ്പോൾ അതിനൊരു വലിയ തിരിച്ചടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇത് കുറച്ചുകൂടി ശക്തമായ ആയുധങ്ങൾ റഷ്യ പ്രയോഗിച്ചു തുടങ്ങുന്നു എന്നുള്ള, ഇതുവരെ നമ്മൾ കേട്ടിരിക്കുന്ന മിസൈലുകളും ഒപ്പം തന്നെ ഡ്രോണുകളും മറ്റും ഉപയോഗിച്ചിട്ടുള്ള ആക്രമണമായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി മാറിക്കൊണ്ട് ഇതിപ്പോൾ ഈ ഉക്രൈൻ അതിന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ഈ കീവും ഒപ്പം തന്നെ കിഴക്കൻ പ്രദേശവും, ഉക്രൈന്റെ കിഴക്കൻ പ്രദേശവും ഇവർ പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായി ചോദിക്കും, ലിവിവ് പോലെ എന്തുകൊണ്ടാണ് പടിഞ്ഞാറൻ മേഖലയിൽ ഇവർ ആക്രമണം നടത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധ അങ്ങോട്ടേക്ക് മാറ്റുക, ആ സമയം നോക്കി കിഴക്ക് ആക്രമണം നടത്തുക. ഇവർ കിഴക്കാണ് ആക്രമണം പ്രതീക്ഷിച്ചിരുന്നത്. മുന്നറിയിപ്പ് കൊടുത്തിരുന്നതും ഈ കീവിലും കിഴക്കൻ പ്രദേശത്തുമാണ്. ഇപ്പോഴും ഈ മുന്നറിയിപ്പ് അവിടെ നിലനിൽക്കുന്നു. ഒപ്പം തന്നെ US കൊടുത്തിരിക്കുന്ന, അവരുടെ പൗരന്മാർക്ക് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പും അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആക്രമണം നിലച്ചിട്ടില്ല എന്നും ഏത് സമയവും ഇതിലും മാരകമായ ഒരു ആക്രമണത്തിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും പുടിൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പുടിൻ ഈ ക്രിസ്മസിന്റെ തലേദിവസം അദ്ദേഹം അവിടെ ഒരു ചർച്ചിൽ പോയിരുന്നു. പക്ഷെ ആ വളരെ കൗതുകകരമായ കാര്യം, ചർച്ചിലല്ല, ചർച്ചുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഫംഗ്ഷൻ, ഈ ക്രിസ്മസ് ഫംഗ്ഷന് അദ്ദേഹം പങ്കെടുത്തിരുന്നു. ആ ഫംഗ്ഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പട്ടാള മേധാവികളും പട്ടാളക്കാരും ഒക്കെ പട്ടാള യൂണിഫോമിലാണ് ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നത്. നമുക്ക് സാധാരണ അറിയാം, ഒരു ആഘോഷമൊക്കെ നടക്കുമ്പോൾ അവര് മറ്റ് കാഷ്വൽ ഡ്രസ്സുകളോ ഇല്ലെങ്കിൽ ഈ പാർട്ടി വെയറുകളോ ഒക്കെ ആയിരിക്കും. പക്ഷെ ഇതൊന്നും അല്ലായിരുന്നു, പട്ടാള ഡ്രസ്സുകളിൽ തന്നെ എല്ലാവരും പങ്കെടുക്കുകയും അവിടെ വെച്ച് പുടിൻ പറഞ്ഞത്, കർത്താവ് നമുക്കൊരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്, കർത്താവ് തന്നെയാണ് ഇപ്പോൾ ഇറങ്ങി പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പരിപാടി ഇപ്പോൾ നിർത്തുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വിജയം വരെയും പോരാടുകയാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അപ്പം അങ്ങനെ റഷ്യ ഓർത്തഡോക്സ് രാജ്യമാണ്. പക്ഷെ അദ്ദേഹം ഈ മറ്റൊരു സഭകളുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ തരത്തിലേക്ക് ഒരു ആഹ്വാനം നൽകുകയുണ്ടായി. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്, അതായത് കർത്താവ് കൂടെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒപ്പം ഉണ്ട്, അതുകൊണ്ട് പോരാടുക എന്നുള്ള ഒരു രീതിയാണ്. അപ്പോൾ അവർ ആക്രമണം കടുപ്പിക്കുകയും ചെയ്തു. അതിനുവേണ്ടി തെരഞ്ഞെടുത്ത ദിവസമാണ് ഏറ്റവും വലിയ പ്രത്യേകത. ജനുവരി 8 സെലൻസ്കിയുടെ ജന്മദിനം.
ഒപ്പം തന്നെ ഇവരുടെ കപ്പല് പിടിച്ചത് അതിനൊരു വലിയ രണ്ട് രീതിയിലാണ്. ഒന്ന്, സെലൻസ്കിക്ക് ഒരു വലിയ മുന്നറിയിപ്പ്, സെലൻസ്കിയുടെ ഈ ജന്മനാട് ആക്രമിച്ചതിലൂടെ. മറ്റൊന്ന്, ഡൊണാൾഡ് ട്രംപിന് നൽകുന്ന ഒരു വ്യക്തമായ മുന്നറിയിപ്പാണ്. കാരണം ഇത് എനിക്ക് തോന്നുന്നത് ഇത് പലപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെന്റ് നാടകമാണോ എന്ന് പോലും ചിലപ്പോൾ തോന്നാറുണ്ട്. കാരണം ട്രംപ് ഒരു വഴിക്കൂടെ പോയിട്ട് ഈ വെനസ്വേലയിൽ പോകുന്നു, ഗ്രീൻലാൻഡ് പിടിക്കാൻ പോകുന്നു, അങ്ങനെ പല പല പരിപാടികളായിട്ട് മുമ്പോട്ട് പോകുന്നു. ഇവിടെ റഷ്യയുടെ തോന്നിവാസത്തിനനുസരിച്ചിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുന്നു. ചൈനയാണെങ്കിൽ അവരുടെ വഴിക്ക് നീങ്ങുന്നു. ഇതെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു നീക്കമാണോ എന്നുള്ള കാര്യത്തിലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞത് ഒരു സംശയം മാത്രമാണ്, അത് യാഥാർത്ഥ്യമാകണമെന്നില്ല. ഇതാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാന വിവരം. റഷ്യ അവരുടെ പാറ്റേൺ മാറ്റുന്നു, യുദ്ധത്തിന്റെ രീതി മാറ്റുന്നു, ശക്തമായ ആയുധങ്ങൾ കളത്തിലിറക്കുന്നു. ഇത് ഒരുപക്ഷെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഞാനിപ്പോ നേരത്തെ പറഞ്ഞതൊക്കെ ഈ ജനുവരി 20 എന്ന് പറയുന്ന ട്രംപിന്റെ 1-ാം വാർഷികം കൂടിയാണ്. അപ്പോൾ അതുവരെ അടങ്ങിയിരിക്കുമോ അതോ അതിനു മുമ്പ് എവിടെങ്കിലും ഒന്ന് വെടിപൊട്ടിച്ച് ഈ പരിപാടിയെല്ലാം കൂടെ കലക്കുമെന്നും കൂടെ ഉള്ള കാര്യം അറിയില്ല. കാരണം അത് അലങ്കോലപ്പെടുത്താൻ അതിന്റെ പകിട്ട് മങ്ങിപ്പിക്കാൻ കഴിയുമല്ലോ. ഒരു ആക്രമണം ഈ നാറ്റോ രാജ്യങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ മാധ്യമങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും. അങ്ങനെയുള്ള പരിപാടി നടത്തുമോ എന്നറിയത്തില്ല. പുടിൻ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാനും കഴിയില്ല. ഏതായാലും റഷ്യ തോറ്റു മുട്ടുപറച്ചു എന്നൊക്കെ പറയുന്ന വെറും അപഹാസ്യകരമായ ഒരു വാർത്തയായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം ഒരിക്കലും അത് സംഭവിക്കുന്നില്ല. കാരണം അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് അത്ര വലിയ പവർ ഉണ്ടായിരുന്നെങ്കിൽ ഈ യുദ്ധം ഇത്ര നീണ്ടുപോകില്ലായിരുന്നല്ലോ. ട്രംപ് കയറി 48 മണിക്കൂറിനകം തീരേണ്ടതാണല്ലേ. പുടിനുമായിട്ട് എത്ര വട്ടം ചർച്ച ചെയ്തു, എന്നിട്ട് എപ്പോഴേ തീർന്നില്ലെന്ന് മാത്രമല്ല മാരകമായ ആയുധങ്ങൾ എടുത്തിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഏതായാലും പിന്നെ മറ്റൊന്നെന്ന് വെച്ചാൽ ഇപ്പൊ ഈ സെലൻസ്കിയുടെ ഒരു കേസിനകത്ത് ഇവർക്കാർക്കും ഇപ്പൊ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. ട്രംപ് ഏതാണ്ടൊക്കെ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വെനസ്വേലയൊക്കെ എടുത്ത് പിടിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കാരണം ഇനിയിപ്പോ ആരും അത് ചർച്ച, ഇപ്പൊ എല്ലാവരും വെനസ്വേലയുടെ പുറയിലും മഡൂറോയുടെ പുറയിലുമാണ് എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഉക്രൈൻ എല്ലാവരും പതുക്കെ മറക്കും, അങ്ങനെയാണല്ലോ. നമ്മൾ ഒരു കാര്യം മറക്കാൻ വേണ്ടി അതിനേക്കാൾ മറ്റൊരു കാര്യം ചെയ്യും. അതായത് ഒരു വര ചെറുതാക്കാൻ അതിന് മുകളിൽ വേറൊരു വര വരയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ വലിയ വര, അത്രയേ ഉള്ളൂ കാര്യം.